നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഒരു വീഡിയോ അല്ലേ ഇത്? ഏകദേശം ഒരാഴ്ചത്തെ ഗ്യാപ്പ്. ഒരാഴ്ചയിൽ കൂടുതലായിരിക്കും. കഴിഞ്ഞ ഒരു 8 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. നമ്മുടെ എറണാകുളം ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ആക്ച്വലി എണീറ്റ് നിന്നിട്ടില്ല. കംപ്ലീറ്റ് പൊക്കായിരുന്നു. ഹെൽത്ത് വൈസ് മോൾക്കും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ചുമയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവില്ലേ? അങ്ങനെയായിരുന്നു. ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടാരനെയാണ്. കുട്ടാരന് തീരെ വയ്യാണ്ടായി. അങ്ങനെ കുഴയലും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. അങ്ങനെ തീരെ വയ്യാണ്ടായി. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്. രോഗവിവരങ്ങൾ ചോദിച്ച എല്ലാവർക്കും കമന്റ് ബോക്സിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇമെയിൽ അയച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഹെൽത്ത് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ടാണ് സംസാരിക്കാത്തത്. പക്ഷെ എന്നാലും ആയിട്ട് വരും. പിന്നെ കാര്യപ്പെട്ടിട്ട് നമ്മൾ ബിഗ് ബോസിൽ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഫസ്റ്റ് 50 days നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള സംഭവം ജബ്രിയാണ്. ഈ ജബ്രി പിരിഞ്ഞ സമയത്ത് പോയില്ല. ഓണസ്റ്റ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകേണ്ട വ്യക്തിയല്ല. നമ്മളതിനെക്കുറിച്ച് പറയില്ല. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഗബ്രീനേക്കാളും അതിനുള്ളിൽ പുറത്തു പോകാൻ യോഗ്യത ഉള്ളവർ അവിടെ നിൽക്കുമ്പോൾ ഗബ്രി പോയതിൽ ഗബ്രീനോടൊരു പ്രത്യേക ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജാസ്മിനോടും ഗബ്രീനും. പക്ഷെ അവിടെ സേഫ് ഗെയിം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടായിരുന്നു. ഇമേജ് ഒന്നും നോക്കാതെ അവൻ്റെതായ സ്വഭാവം പോട്ടെ വരാം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ചങ്ങാനെ. പക്ഷെ അവനേക്കാളും പോവാൻ യോഗ്യത ഉള്ളവരെ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ജാസ്മിൻ സേഫ് ആവും ചെയ്തു. കാരണം ജാസ്മിൻ ഇനി വേറെ അവൾക്ക് ആകെയുള്ള കണ്ടന്റും പിന്നെ മാത്രമല്ല വല്ലതും കേൾക്കുകയാണെങ്കിലും ഗബ്രിയുടെ പേരിലുള്ള ഒരു ചീത്തപ്പേര് കേൾക്കലും ആ ഒരു കണ്ടന്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ജാസ്മിനും സേഫായി. ജാസ്മിൻ ആ രീതിയിൽ ജാസ്മിന്റെ രീതിയിൽ കളിച്ചാൽ നല്ല രീതിക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഗബ്രി പോയി, അത്രേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ബാക്കി ഇപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ വിഷയങ്ങളാണ്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ ടാസ്ക് പരമ ബോറാണ്. ഞാൻ തന്നെ ഒരു പോൾ ഇട്ടിരുന്നു. ഫുൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇന്നലെയൊക്കെ സാബുമോനൊക്കെ വരുമ്പോ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സാബുവിനെ കൊണ്ടും സാബു അത്രയും പവർഫുൾ ആയിട്ട് എന്താ പറയാ ഒരു ബിഗ് ബോസിന്റെ രാജാവ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സാബുവിനൊക്കെ അങ്ങനെ കാണുന്നത്. പ്രത്യേകിച്ച് സാബു ഇങ്ങനെ കുറച്ച് പ്രാങ്ക് ഒക്കെ ചെയ്യാനും ചെയ്യിപ്പിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. പ്രാങ്ക് നടന്നല്ലോ. അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സാബു എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കോണ്ടന്റ് കൊടുക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ സാബുവിനെ കൊണ്ട് പോലും പറ്റങ്ങളെ ഒന്നും ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ചെറിയൊരു പ്രാങ്ക് കൊടുത്തു. പക്ഷെ നോറയ്ക്ക് ഇട്ടിട്ടൊരു പ്രാങ്ക് കൊടുത്തു. പക്ഷെ അത് ഋഷിയൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി. പക്ഷെ അത് പ്രാങ്ക് ഒക്കെ നടന്നു കിട്ടോ, നല്ല നടന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു രസമില്ല. ഈ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ് എല്ലാ സീസണിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോണ ഒരു സംഭവമാണ് ഹോട്ടൽ ടാസ്ക്. അതൊന്നും ഇപ്രാവശ്യം ഒരു സുഖമില്ല, ഒരു രസമില്ല കാണാൻ. എന്തോ ഒരു ആരും അങ്ങനെ ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെയോ ഒരു ബിഗ് ബോസിനെ പോലും എനിക്ക് തോന്നുന്നു അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഭയങ്കര മോശ ഒരു പെർഫോമൻസ് ഒക്കെ മോശം എല്ലാവരുടെയും. സ്റ്റാർട്ടിങ് എനിക്ക് ആ കോസ്റ്റ്യൂമിനോട് തന്നെ യോജിപ്പില്ല. മറ്റേ ഹൻസി പന്തല കാണിച്ച് വളരെ കറക്റ്റാണ്. മറ്റേ ലാലേട്ടന്റെ പടം ഉണ്ടല്ലോ, കണ്ണു കാണാത്ത പടം ദയല്ലേ സിനിമ? ഗുരു സോറി ഗുരു സിനിമയിലില്ലേ മറ്റേ പാട്ട് തേങ്ങും ഈ കാറ്റ് നീയല്ലേ ഹൻസി മണക്കാണ്ടാവോ തോന്നിപ്പോ കറക്റ്റാണ്. കാരണം അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇത്രയും അല്ലെങ്കിൽ അവിടെയുള്ള വേട്ടാവളിയന്മാരെല്ലാവരും കൂടി കാണുമ്പോൾ തന്നെ ശരി വരും. പിന്നെ പോരാത്തതിന് അല്ല എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഒപ്പിക്കുന്നത്? ചിലപ്പോൾ ഒരു പക്ഷേ സാബുവിനെ വലുതാക്കി വെക്കാൻ സോറി കേട്ടോ, സാബുവിനെ വലുതാക്കി വെക്കാനും ഒക്കെ എല്ലാം കൂടി അതിന് വേണ്ടി കൊടുത്താണെന്നറിയില്ല. എനിക്ക് ഇതിലൊക്കെ എന്താ അറിയോ, ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ. സീക്രട്ട് ഏജന്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോനോ എൻ്റെ വീഡിയോൻ്റെ അടുത്തൊന്ന് കണ്ടാലേ, കാരണം ആ വണ്ടിനെ ചിരിക്കാൻ വയ്യട്ടോ. വണ്ടിന്റെ പോലെ ഹെൽമെറ്റിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് റോബോട്ടൊക്കെ ആയിട്ട്. അല്ല അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ രസം എന്താന്ന് വെച്ചാല് അതിൻ്റെ ഉള്ളിൽ ചെന്ന് സായി ചെയ്യണേൻ്റെ അല്ല ഞാൻ പറഞ്ഞത്. അത് പോട്ടെ, അത് കഴിഞ്ഞു. അതിന് കിട്ടിയ കോസ്റ്റ്യൂമും കൂടി വെച്ച് നോക്കുമ്പോൾ അത് ഹെൽപ്ലെസ് ആണ്. എന്താ ചെയ്യുക, റോബോട്ടായിട്ട് ഇങ്ങനെ നടക്കില്ലാണ്ട്. അല്ലെങ്കിൽ അതിനെ പൂമ്പാറ്റാന്ന് പറഞ്ഞിട്ട് കളിയാക്കണത്. ഇങ്ങനെ നടക്കല്ലേ, പൂമ്പാറ്റനെ പേടിയോ അങ്ങനെ ഒരു സംഭവം. സോറി. അപ്പോൾ എന്താണെങ്കിലും ആ റോബോട്ടിന്റെ തലയൊക്കെ വെച്ചിട്ട് ശ്വേത വരുന്നുണ്ട്. ശ്വേത മേനോൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആവോന്ന് അറിയില്ല. ശ്വേത വന്നിട്ട് ആ പ്രമോല് ചെറിയ റൂമിൽ കയറി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ചിലപ്പോ നമ്മൾ പ്രമോല് കാണുന്ന മാതിരി വലിയ ഒന്നും ഉണ്ടാവില്ല.
അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഏറിപ്പോയപ്പോൾ എന്താ എനിക്ക് റൂമിൽ കിടക്കണം എന്ന് അറിയും, അത് ഇവർ പറ്റില്ല അറിയും. ഒന്നാമത് എന്താണെന്നറിയോ, ഈ പ്രാവശ്യം സീസണിൽ ആംബിയർ ഉള്ളൊരു വ്യക്തി ഇല്ല, മനസ്സിലായോ? കഴിഞ്ഞ സീസൺ ആണെങ്കിലും അതിൻ്റെ മുന്നത്തെ സീസൺ ഏത് സീസൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ആംബിയറുള്ള ആൾക്കാർ. ഇപ്പോൾ ജാസ്മിനാണ്, ഏത് പഴയ ജാസ്മിൻ മൂസ അങ്ങനത്തെ കുറച്ച് ടീമാണെങ്കിലും അവരൊക്കെ സ്വയം കുറച്ച് ആംബിയർ ഉള്ളവരാണ്. അങ്ങനെ ആംബിയർ ഉള്ളവരാരും ഇല്ല. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന വ്യക്തി പുറത്തുനിന്ന് ആൾക്കാരുടെ കണ്ണിലെങ്കിലുള്ള ജിൻഡോ ആണ് അല്ലേ. പക്ഷെ ജിൻഡോ തന്നെ വന്ന സമയത്ത് എനിക്കൊന്നും ജിൻഡോ വന്നപ്പോൾ തന്നെ സാബുവിനൊരു കെട്ടിപ്പിടുത്തുണ്ടായി, അവരവർ പരിചയമുണ്ടോ ആവശ്യമുണ്ട്. പിന്നെ ജിൻഡോ തന്നെ ഒരു സബ്മിസീവ്, എന്താ പറയുക, ഒരു വിധേയനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആദ്യം തന്നെ നമ്മൾ കാണുകയാണ്. അച്ഛൻ ഗസ്റ്റിന്റെ അടുത്ത് തട്ടിക്കയറാൻ പാടില്ല, അവന് ഇപ്പൊ കഴിഞ്ഞ ഇതാണെങ്കിലും തട്ടിക്കയറുന്നില്ലെങ്കിലും അവനവന്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തല്ലേ അവിടെ ഒരു ഗെയിം വരുന്നുണ്ട്. ഗസ്റ്റ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമുക്കൊരു ഇത് കിട്ടുന്നില്ല. സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഇങ്ങനെ പറയും രജിത് സാർ വന്നാൽ അത് വന്നാൽ മതി കേട്ടോ ഒന്ന് അല്ലേ, വരും അറിയില്ലല്ലേ. രജിത് സാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാർ എന്നാൽ അങ്ങനെ ഒരാളെ മാത്രം പറയല്ല, DFK അങ്ങനെ ഒരാളെ മാത്രം പറയല്ല. പക്ഷെ അതുപോലെ ജാസ്മിൻ വരുമോ, ജാസ്മിനൊക്കെ വരുമോ അല്ലേ? വരുന്നുണ്ടാവോ ആരെങ്കിലും ഒരു ഈ അഖിലിങ്ങനെ ശരിക്കും ഇപ്പൊ ഇതിൽ ഈ പ്രശ്നത്തിലൊന്നും ഇടപെട്ടില്ലെങ്കിൽ അഖില് വന്നിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ പ്രശ്നം. ശരിക്കും കാരണം അഖിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വേറൊരു രീതിയിലായിരുന്നു. പക്ഷെ അഖിൽ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നങ്ങളും ഏഷ്യാനെറ്റിനെതിരെ അതും ഇഷ്യൂസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി അഖില് വരാൻ ചാൻസ് ഇല്ല. ഒരു എഞ്ചിനീയർ ഹരിദാസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അറിയില്ല, എന്താണെങ്കിലും അതൊക്കെയാണ് ഇന്നത്തെ ഇതിന്റെ ഒരു ഹോട്ടൽ ടാസ്ക്. പ്രത്യേകിച്ച് അതൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അതിലൊന്നും നടക്കണില്ല എന്നുള്ളതാണ് ബോറടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യൂട്ടോ. ശ്വേത മേനോനൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടാവുമോ നോക്കാം. എനിക്ക് ശ്വേത മേനോനെ കൊണ്ടുവരും അറിയില്ല, ഇനിയിപ്പോ ഓരോരുത്തർ എന്ത് ഉദ്ദേശത്തിലാണ് അവനെ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്രാവശ്യം പിന്നെ നമ്മൾ സേഫ് ഗെയിം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അധികം പുറത്തേക്ക് വരാത്ത, അവരൊന്നും ഔട്ട് ആവുന്നുണ്ടായിരുന്നില്ല, അവരൊന്നും ഔട്ട് ആയിട്ടുമില്ല. അതാണ് പ്രശ്നം. മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ പവർ റൂം എന്ന് പറഞ്ഞൊരു സംഭവം പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തന്നെ ആകെ തലവേനായി മാറിയ സംശയം. കാരണം ഒരു ചതിയൊരു ഈ പിന്നെ പോകാൻ അർഹതയുള്ളവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, കുറേ കാലമായിട്ട് അവിടെ വെറുതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ റസ്മിനും കയറി അല്ലേ, ഓരോരുത്തർ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അർജുൻ പോലുള്ളവരൊന്നും ഒന്നിക്കില്ല, വളരെ അഭിഷേകൊക്കെ എന്താ പറയുക, അല്ല നമ്മൾ വീണ്ടും പറഞ്ഞവരെ തന്നെ പറഞ്ഞുകൊണ്ട് വരില്ല. അപ്പോൾ ഒക്കെ തന്നെ വേറെന്താ ഇത്. അപ്പോൾ ഇതന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള റീസൺ മെയിനായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീഡിയോസ് വരികയാണ്. ഇനി ഇവിടുന്ന് റെഗുലറായിട്ട് ഉണ്ടായിരിക്കും. ഇതാണ് സ്ഥിതി. ചുമ വിട്ടുമാറിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. കുഞ്ഞു വീഡിയോ ആണ്. ഇനി ഇതൊക്കെ കണ്ടതിന് ശേഷം പോലെ രാത്രി നമ്മൾ നമ്മുടെ റിവ്യൂ വീഡിയോ എന്തായാലും ഉണ്ടായിരിക്കും മുതൽ നാളെ. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നാളെ രാവിലെ മുതൽ വരും. ഒന്ന് പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒക്കെ വേണ്ടിയിട്ട് എല്ലാം കൂടി ഞങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. ഹെൽത്ത് റെഡി ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ നമുക്കറിയില്ല ഫുഡാണോ ഇനി വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്താ സംഭവം എന്നറിയില്ല. ഏതായാലും ഡെങ്കി മുതൽ മങ്കി മുതൽ എല്ലാ ടെസ്റ്റ് ടൈഫോയിഡും എല്ലാ പരിപാടിയും ചെയ്തു. അവസാനം ഒന്നും ഒരു നിലയ്ക്കും മാറുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി, സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ ഒരു ഫുഡ് പോയ്സണിങ് പോലെ തോന്നുന്നില്ല. വൈറൽ ഇൻഫെക്ഷൻ എന്താണെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും സംഗതി പോക്കാണ്. പിന്നെ അതൊന്നും നമുക്ക് സംസാരം പോലും മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലായിപ്പോയി, സീരിയസ് ആയിട്ട് പറയാനോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, പറഞ്ഞില്ലല്ലോ. അപ്പോൾ താങ്ക്സ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇനി ഒന്നും കൂടിയൊക്കെ ഉഷാറായിട്ട് വീഡിയോസ് വരും. അതെ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചോദിച്ചവർക്കൊക്കെ നന്ദി, ചോദിക്കാത്തവർക്കും ഒക്കെ കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.